ഗൈസ്, അപ്പൊ ഇന്ന് ക്ലാസ്സിൽ പോയി ഇറങ്ങുന്ന ടൈം മഴയും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ചേട്ടനെ വിളിച്ചിട്ടാണ് ഇറങ്ങിയത്. ദേടാ കുറച്ച് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒതുങ്ങിയിരുന്നു. പിന്നെ കുറച്ച് മഴയൊക്കെ തോർന്നപ്പോൾ ഇറങ്ങിയെങ്കിലും ചെറിയ ചാറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്റെ മോനെ ആ സ്കൈ ഒരു രക്ഷയില്ലായിരുന്നു ഗൈസ്. ആ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞിട്ട് ആ സ്കൈ അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെ ചേട്ടൻ നമ്മൾ നേരെ ബസ് സ്റ്റോപ്പിൽ കൊണ്ട് ഇറക്കി വിട്ടിട്ട് പോയി. മഴയുണ്ട്, തിരക്കും കാര്യങ്ങളും ഇല്ലായിരിക്കും എന്നാണ് കരുതിയത്. പക്ഷേ അവിടെ അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി ഒരു ഉറക്കമൊക്കെ പാസ്സാക്കി നമ്മൾ നേരെ ട്രിവാൻഡ്രം എത്തി. അവിടെ നിന്ന് നമ്മൾ ഊബർ ബുക്ക് ചെയ്തു കയറി നേരെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് വന്നു. അവിടുത്തെ രജിസ്റ്ററിൽ സൈൻ ഇട്ടിട്ട് ഞാനും വൈഷ്ണവി ചേച്ചിയും കൂടെ നേരെ പോയി മാമിൻ്റെ അടുത്തൊക്കെ സംസാരിച്ചിട്ട് അവർക്ക് ഹായ് ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ നേരെ ക്ലാസ്സിലോട്ട് പോയി ഗൈസ്. അവിടെ ചെന്നപ്പോഴത്തേക്ക് വൈഷ്ണവി ചേച്ചി ഓൾറെഡി നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. ദേടാ ഇതൊക്കെ നോക്കി, ഇതൊക്കെയാണ് ഗൈസ് കഴിവ്. അങ്ങനെ നമുക്ക് ക്ലാസ് ഒക്കെ തുടങ്ങി. നമുക്ക് ഇന്ന് ആലിയ മാമിന്റെ ക്ലാസ് ആയിരുന്നു. അങ്ങനെ ക്ലാസ് ഒക്കെ നല്ല നൈസായിട്ട് പോയി ഗൈസ്. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കാണ് നമ്മൾ രശ്മി മാമിനെ കണ്ടു. പിന്നെ മാമിൻ്റെ അടുത്ത് സംസാരിച്ചു.